ജീവിതത്തിൽ എന്താണോ കൂടുതൽ ചെയ്തത് അത് ചെയ്യുമ്പോഴായിരിക്കും മരണം ഉണ്ടാവുക. നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ലത്തീഫി ബിരുദമുള്ള ഒരു ഉസ്താദിനെ ഒരു ഉപ്പാപ്പ കാണാൻ വന്നു. മോളെ കുട്ടിനെ മന്ത്രിക്കാൻ. നമ്മുടെ ജില്ലയിൽ ഏറെക്കുറെ ഭാഗത്തും കല്യാണം കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിലാണല്ലോ താമസിക്കുക. മോളെ കുട്ടിനെ ഒന്ന് മന്ത്രിക്കണം എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഉസ്താദ് ആ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ഡിഗ്രി പ്രായത്തിലുള്ള പയ്യനാണ്. ആ കുട്ടീൻ്റെ വായനിങ്ങനെ ഓവറായിട്ട് നുര വരുന്നുണ്ട്. അത് നല്ല മരണത്തിൻ്റെ അടയാളമല്ല. നല്ല മരണമാണെങ്കിൽ ഒന്നിക്കിൽ നെറ്റിന്ന് വിയർപ്പ് വരും, അല്ലെങ്കിൽ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകാൻ ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ടാവും കണ്ണിൻ്റെ മൂലയിൽ നിന്ന്, അല്ലെങ്കിൽ മൂക്കിൻ്റെ ദ്വാരം കുറച്ച് വീർത്ത് വരുന്നുണ്ടാവും. ഈ ഹിയൻ്റെ ഷറഹിൽ ഇത്ഹാഫ് എന്ന ഗ്രന്ഥത്തിൽ അത് കാണാം. ഈ മരണം അത്ര നല്ല മരണമല്ല എന്ന് ഉസ്താദിന് മനസ്സിലായി. നേരെ കുടുംബക്കാരോട് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. മരിച്ചു എന്ന് ഉറപ്പായതിന് ശേഷം ഈ കുട്ടീൻ്റെ ഡ്രസ്സൊന്ന് മാറ്റിക്കൊടുക്കാൻ പറഞ്ഞു. ഡ്രസ്സ് മാറ്റിക്കൊടുത്തു. അപ്പോഴാണ് വെളുത്ത തൊലിയുള്ള ഈ ഡിഗ്രി പ്രായത്തിലുള്ള പയ്യൻ്റെ കറുത്ത വര ഈ രണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ അത്ഭുതമായി. പെട്ടെന്നൊരു കറുത്ത വര നോക്കുമ്പോൾ ഹെഡ്സെറ്റാണ്, ഇയർഫോണാണ്. അത് ഒരാൾ വെച്ചിട്ട് ചെവിയിൽ വെച്ച് നോക്കുമ്പോൾ മ്യൂസിക് സിനിമ പാട്ടാണ്. അസറായിൽ വന്നിട്ട് ഇവൻ ഓഫാക്കിയിട്ടും പാട്ട് ഓഫാക്കാൻ ആരും വന്നിട്ടില്ല. ജീവിതത്തിൽ എന്താണോ നമ്മൾ ചെയ്തത് അത് ചെയ്യുമ്പോൾ അല്ലാതെ നമ്മൾ മരിക്കൂല. എൻ്റെ കൂട്ടുകാരെ, എന്ത് ധൈര്യത്തിലാണ് നമ്മളൊരു സിനിമയും സീരിയലൊക്കെ കണ്ടിട്ട് ഉറങ്ങണത്. ആ ഉറക്കത്തിൽ നമ്മൾ മരണപ്പെട്ടാൽ ഓരോ ദിവസം ഉറങ്ങുന്ന സമയത്തും ഇബ്ലീസും വരും, മലക്കും വരും. വോട്ട് തേടിയിട്ട് എന്തായാലും രണ്ടാളും വരുമല്ലോ, വരും. വോട്ട് തേടിയിട്ട് വരുമ്പോൾ അവരവരുടെ ന്യായാണല്ലോ പറയാ. അതെ, ഇബ്ലീസ് മലക്ക് രണ്ടാളും വരും. മലക്ക് വലതുഭാഗത്തിലൂടെ വന്നിട്ട് പറയും, ഇഖ്തിം ബി ഖൈരിൻ, ഇന്ന് വയല് കേട്ട ദിവസമല്ലേ മോനെ, ഹദ്ദാദ് ചെല്ലീനോ? നിനക്ക് വുളു ഉണ്ടോ? നിനക്ക് വുളു ഉണ്ടോ? നീ എന്തെങ്കിലും ചൊല്ലിയിട്ടുറങ്ങും മോനെ എന്നിങ്ങനെ മലക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ഇന്നത്തെ വയല് കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്ത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ മനസ്സിൽ വരും. മലക്ക് പറയും ഇഖ്തിം ബി ഖൈരിൻ, എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുറങ്ങൂ എന്ന് പറയും. തൊട്ടിപ്പുറത്തുനിന്ന് ഇബ്ലീസ് പറയും ഇഖ്തിം ബി ശർരിൻ, അല്ലാടെ ഇന്നല്ലേ നെറ്റ് തീരുന്ന ദിവസം, ഇന്ന് 12 മണി വരെയല്ലേ നെറ്റുള്ളൂ, നീ എന്താ പിന്നെ വേ ഉറങ്ങുന്നു? ഇന്നല്ലേ മറ്റേത് ഹൈലൈറ്റ്, ഇന്നല്ലേ അതിൻ്റെ വീഡിയോ, ഇന്നല്ലേ അതിൻ്റെ ഫൈനല്. ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളിലായി നമ്മളെ എൻഗേജ് ആക്കും. ഓരോ ദിവസം ഉറങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇബ്ലീസിനാണോ വഴിപ്പെടുന്നത്, മലക്കിനാണോ വഴിപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം.